നമസ്കാരം. കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമജാലകത്തിന്റെ 366 എപ്പിസോഡിലേക്ക് സ്വാഗതം. മുതിർന്ന എഴുത്തുകാരനും ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ മുഖവുമായ ടി.ജെ.എസ്. ജോർജിന്റെ വിയോഗത്തിൽ അനുശോചിച്ച് കേരള മീഡിയ അക്കാദമി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്തെ അതികായകരിൽ ഒരാൾ. അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിച്ചതിന്റെ പേരിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജയിലടക്കപ്പെട്ട പത്രാധിപർ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായാണ് അക്കാദമി അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. കേരള മീഡിയ അക്കാദമി സെക്രട്ടറി എസ് അരുൺ സ്വാഗതം പറഞ്ഞു. എഴുത്തുകാരൻ, മാധ്യമപ്രവർത്തകൻ, ജീവചരിത്രകാരൻ എന്നീ നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ടി.ജെ.എസിന് കേരള മീഡിയ അക്കാദമിയുമായി ഉണ്ടായിരുന്ന ഹൃദയബന്ധം അക്കാദമി ചെയർമാൻ ആർ.എസ്. ബാബു ഓർത്തെടുത്തു. ഇത് കേവലം ഒരു അനുസ്മരണമല്ല. അദ്ദേഹം മാധ്യമപ്രവർത്തന ജീവിതത്തിന് നൽകിയ പാഠങ്ങൾ ഓർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനമാണ്. നമ്മൾ ആദ്യമായിട്ട് ടി.ജെ.എസ്. ജോർജിനെ സ്മരിക്കുമ്പോൾ ആദ്യം എത്തുന്ന വാക്ക് നിർഭയത്വം എന്നുള്ളതാണ്. അത് മാധ്യമപ്രവർത്തകർ സ്വീകരിക്കേണ്ട ഒരു ധർമ്മമാണ്. അത് ഇത്രമാത്രം പുലർത്തിയിരുന്ന മറ്റൊരു പത്രാധിപരില്ല. നമ്മളൊരു മാധ്യമപ്രവർത്തകരാകുന്നു. മാധ്യമപ്രവർത്തനത്തിന്റെ സാധ്യതകൾ എത്രമാത്രമാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ എഴുത്ത് ജീവിതവും കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. അദ്ദേഹം ഏറ്റവും നല്ലൊരു ജീവചരിത്രകാരനായിരുന്നു. തുടർന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ടി.ജെ.എസിനെ അനുസ്മരിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി. ടി.ജെ.എസ്. ജോർജ് ഒരു ചരിത്ര പുരുഷനായി മാറിയത് അദ്ദേഹം പത്രം സ്വീകരിച്ച നിലപാടിന്റെ പേരിൽ ജയിലിൽ പോയതുകൊണ്ടാണ്. ബിർള, ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ഉടമസ്ഥനാണ് ബിർള. അവരുടെ ഒരു പത്രം എന്ന നിലയ്ക്കാണ് ബീഹാറിൽ പാറ്റ്നയിൽ നിന്ന് സെർച്ച് ലൈറ്റ് എന്ന പത്രം ആരംഭിച്ചത്. അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് നമ്മുടെ തന്നെ നാട്ടിലെ ഓർമ്മിക്കപ്പെടേണ്ട മറ്റൊരു പത്രപ്രവർത്തകനായിരുന്നു ഹിന്ദുസ്ഥാൻ ടൈംസിൽ എഡിറ്ററായിരുന്ന പാലക്കാട്ടുകാരനായ സി.പി. രാമചന്ദ്രൻ. സി.പി. രാമചന്ദ്രൻ അന്ന് പാർലമെന്റ് അവലോകനം എഴുതുമായിരുന്നു. ഇപ്പോഴും നമ്മുടെ മലയാള പത്രങ്ങളൊക്കെ കാണാം, നടുത്തളം പേരുകളിലൊക്കെ അതാത് സഭാ അവലോകനം. അപ്പൊ സി.പി. രാമചന്ദ്രൻ എഴുതുന്ന പാർലമെന്റ് അവലോകനത്തിൽ പേര് ഒന്ന് പരാമർശിക്കപ്പെട്ട് കിട്ടുന്നതിന് പ്രമുഖരായ പാർലമെന്റ് അംഗങ്ങൾ വരെ സി.പി. രാമചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആർക്കും വഴങ്ങുന്ന സ്വഭാവക്കാരായിരുന്നില്ല അദ്ദേഹം. മുതലാളിക്കും ഈ ബിർളയ്ക്കും അതേ വഴങ്ങി കൊടുക്കില്ല. അപ്പൊ അങ്ങനെ ഒരു അസൗകര്യമായി മാറിയ രാമചന്ദ്രനെ ഡൽഹിയിൽ നിന്ന് ഒഴിവാക്കി പാറ്റ്നയിലേക്ക് അയക്കുന്നതിന് വേണ്ടിയാണ് ഈ സെർച്ച് ലൈറ്റ് എന്ന പത്രം ബിർള തുടങ്ങിയത് എന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ പത്രം തുടങ്ങിയപ്പോൾ സി.പി. രാമചന്ദ്രൻ അവധിയെടുത്ത് നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് പകരം ബിർള കണ്ടെത്തിയ പത്രപ്രവർത്തകനായിരുന്നു ടി.എസ്. ജോർജ്. അവിടെ സഹായി എന്നൊരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കാലമായിരുന്നു. അന്നവിടെ ഒരു വിദ്യാർത്ഥി സംഘടന. ബീഹാർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ബഹുമാനമൊന്നും തോന്നാറില്ലെങ്കിൽ വളരെ പുരോഗമനപരമായ പ്രബുദ്ധതയുള്ള ഒരു സംസ്ഥാനമായി ബീഹാറിനെ നമുക്ക് ചിലപ്പോഴെങ്കിലും അംഗീകരിക്കേണ്ടി വരും. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു മുമ്പ് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ബീഹാറിലെ വിദ്യാർത്ഥികൾ നടത്തിയ ഐതിഹാസികമായ പ്രക്ഷോഭമാണ് അടിയന്തരാവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചത്. അതിനൊരു 10 വർഷം മുമ്പാണ് 1965 അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി സഹായിക്കെതിരെ ബീഹാറിലെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിനിറങ്ങിയത്. അവരെ അനുകൂലിക്കുന്ന നിലപാടാണ് ജോർജ് സ്വീകരിച്ചത്. പത്രത്തിന്റെ ഏതാണ്ട് മുഴുവൻ സ്ഥലവും ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തു. അതിന്റെ ഫലം ജയിൽവാസമായിരുന്നു. അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ടി.ജെ.എസിന്റെ സംഭാവനകൾ ലോകമാധ്യമ രംഗത്ത് തന്നെ വിലമതിക്കാനാവാത്തതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു.
കേരള മീഡിയ അക്കാദമി വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. അടിയന്തരാവസ്ഥ കാലത്തടക്കം ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് കൈക്കൊണ്ട TJS ജോർജ് എന്നും ലിബറൽ ജേർണലിസത്തിന്റെ ധീരനായ വക്താവായിരുന്നു. പത്രപ്രവർത്തനം ജീവിതവും ശ്വാസമാക്കിയ വ്യക്തിത്വമാണ് വിട പറയുന്നത്. ക്യാമറാമാൻ അശ്വിനോടൊപ്പം കേരള മീഡിയ അക്കാദമിയിൽ നിന്നും അബിൻദാസ്. കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 50 വർഷം. ഇന്നും മലയാളി നെഞ്ചിലേറ്റുന്ന ഒരുപിടി നല്ല ഗാനങ്ങൾ. വയലാറിനെ ഓർക്കുകയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഒപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗുണങ്ങളും അപകടങ്ങളും വിലയിരുത്തും. കവി വയലാർ രാമവർമ്മയെ കേരളം അനുസ്മരിക്കുന്ന അവസരമാണിത്. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് അരനൂറ്റാണ്ടായി, 50 വർഷം. അതിനു മുൻപ് ശാസ്ത്രാഭിമുഖ്യമുള്ള ദാർശനിക കവി എന്നാണ് സിനിമാ പാട്ടുകൾ എഴുതിയിരുന്ന വയലാർ രാമവർമ്മയെ നമ്മൾ അറിഞ്ഞിരുന്നത്. ആ ദാർശനിക ഭാവത്തിൻ്റെ അല്ലെങ്കിൽ ശാസ്ത്രാഭിമുഖ്യത്തിൻ്റെ പാരമ്യത്തിലാണ് അദ്ദേഹം വാഴവേ മായം എന്ന പ്രസ്താവന തിരുത്തി വാഴവേ സത്യം, അത് ഈ നൂറ്റാണ്ടിലെ മനുഷ്യൻ ആണ് സൃഷ്ടിച്ചത് എന്ന അതിഗംഭീരമായ ആ പാട്ട് എഴുതിയത്. പക്ഷേ വയലാർ രാമവർമ്മ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കാണുന്നതെല്ലാം വാഴവേ സത്യം എന്ന് പറയാൻ കഴിയുമായിരുന്നില്ല. കാരണം നമ്മളിന്ന് ജീവിക്കുന്നത് മിഥ്യയുടെ ലോകത്താണ്. ഏതാണ് യഥാർത്ഥമായിട്ടുള്ളത്, ഏതാണ് അവാസ്തവമായിട്ടുള്ളത്, സാങ്കല്പികമായിട്ടുള്ളത് ഒന്നും തിരിച്ചെടുക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത അവസ്ഥയിൽ നമ്മൾ എത്തിയിരിക്കുന്നു. വയലാർ രാമവർമ്മയുടെ കാലത്ത് ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നില്ല. എന്തിനാ, നമ്മുടെ നാട്ടിൽ മൊബൈൽ ഫോൺ പോലും അന്ന് വന്നിരുന്നില്ല. 1993 ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവം അമേരിക്കയിൽ. അപ്പോൾ അവിടെ അത് നമുക്ക് തുറന്നു തന്ന ഒരു തുറവി, അത് അതിഗംഭീരമായ ഒന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വാഴവേ സത്യം എന്നതിൽ നിന്ന് വാഴവേ മായം എന്ന അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോയിരിക്കുകയാണ്. റോബോട്ട് അല്ലെങ്കിൽ യന്ത്രമനുഷ്യൻ, യന്ത്രൻ, അത് നമുക്ക് പരിചയമുള്ള ഒന്നാണ്. പക്ഷെ ആ സാധാരണമായ കേവലമായ മനുഷ്യന്റെ നിയന്ത്രണത്തിന് വിധേയമായി മനുഷ്യന്റെ അടിമയെപ്പോലെ പ്രവർത്തിച്ചിരുന്ന റോബോട്ടുകളുടെ കാലം കഴിഞ്ഞു. ഇന്നിപ്പോൾ സംഭവിക്കുന്നത് മനുഷ്യനെ പോലെ അല്ലെങ്കിൽ അതിലുമുപരിയായി ഏത് കാര്യവും ചെയ്യാൻ പ്രാപ്തിയുള്ള യന്ത്ര സംവിധാനം, കമ്പ്യൂട്ടറിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന അദൃശ്യനായ അമാനുഷൻ, നമ്മെ തോൽപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന അമാനുഷൻ. അതാണ് ഈ ആധുനിക കാലത്തെ അവസ്ഥ. ആധുനിക കാലത്ത് അതിന് നമ്മൾ പറയുന്ന പേര് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ്. ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ശരിയാണ്, യാന്ത്രികമായ അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട, ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധി സ്വാഭാവികമായുള്ളതാണ്. അതിനെ അനുകരിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ബുദ്ധിയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന് നിർബാധം വിഹരിക്കുന്നതിന് സോഷ്യൽ മീഡിയയുടെ അതിരുകളില്ലാത്ത വിഹാര രംഗങ്ങളുണ്ട്. എന്താണ്, എവിടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും ആർക്കും പറയാൻ കഴിയാത്ത, ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ. നമുക്കിനി കഥ എഴുതുന്നതിന്, കവിത എഴുതുന്നതിന്, അതിനൊന്നും നമ്മുടെ എഴുത്തുകാർ അല്ലെങ്കിൽ സർഗാത്മകമായി പ്രവർത്തിക്കാൻ പ്രാപ്തിയുള്ള സർഗധനരായ വ്യക്തികളെയൊക്കെയാണല്ലോ നമ്മൾ ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത്. അവരുടെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം അത് ലോകവ്യാപകമായി കണക്കിലെടുത്താൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടേ മതിയാവൂ. ഇപ്പോൾ ഗവൺമെൻറ് ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിൻ്റെ ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അത് അങ്ങനെ ആയിരിക്കണം എന്നൊരു മുന്നറിയിപ്പ്, ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചത് എന്ന് എഴുതി കാണിക്കണം. അങ്ങനെ ഒരു നിയമ ഭേദഗതിയെക്കുറിച്ച് ഇപ്പോൾ ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്.
പലതും നമുക്കിനി ആലോചിക്കുന്നുണ്ട്. കാരണം ഇത് ഇനിയിപ്പോൾ ഇത് നമ്മുടെ തന്നെ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇതൊക്കെ ഭാവനയിലാണെങ്കിലും ഈ അപകടമൊക്കെ വളരെ പണ്ടേ പലരും കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മേരി ഷെല്ലി എഴുതിയ ഫ്രാങ്കൻസ്റ്റീൻ എന്ന നാടകമുണ്ട്. അവിടെ ഒരു ശവശരീരത്തിന് ജീവൻ വെപ്പിക്കുന്ന പ്രവൃത്തി, അതാണ് ആ ശാസ്ത്രജ്ഞൻ ചെയ്യുന്നത്. അങ്ങനെ ജീവൻ വെപ്പിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വരികയാണെങ്കിൽ അത് അയാളുടെ സൃഷ്ടിയാണ്, ആ ശാസ്ത്രജ്ഞന്റെ. ഒടുവിൽ സ്വന്തം സ്രഷ്ടാവിനെ തന്നെ ആ മനുഷ്യൻ പരേതാവസ്ഥയിൽ നിന്ന് ജീവാവസ്ഥയിലേക്ക് വന്ന ആ ജീവി കൊല്ലുകയാണ്. അതാണ് നാടകത്തിന്റെ കഥ. അപ്പൊ ഇതെല്ലാം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ മനുഷ്യനെ ആകാശത്തിന്റെ അതിരുകൾക്കപ്പുറം വരെ ഉയർത്തിയെങ്കിൽ ഇപ്പോൾ മനുഷ്യൻ ഭീതിയോടെ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു, ഇതിൻ്റെയൊക്കെ അന്ത്യം എന്തായിരിക്കും. ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. നമുക്ക് ഇവയൊക്കെ എങ്ങനെ ഉത്തരവാദിത്വത്തോടെ പ്രയോഗിക്കാൻ കഴിയും? ആ ഉത്തരവാദിത്വം നമുക്കില്ല എന്ന് നമ്മൾ തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലുള്ള അനാശാസ്യ പ്രവർത്തികൾക്ക് നമ്മൾ മുതിരുന്നത്. സോഷ്യൽ മീഡിയ എന്ന അർത്ഥവത്തായ പേരാണ് നമ്മൾ നൽകിയിരിക്കുന്നതെങ്കിലും ആ സംവിധാനം ആന്റി സോഷ്യൽ മീഡിയ ആയി മാറിയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തനത്തിന്റെ ഭൂതവും വർത്തമാനവും നോക്കിയാൽ ഭാഷയുടെ ഉപയോഗത്തിനുണ്ടായ മാറ്റങ്ങൾ കാണാനാകും. ആദ്യ യുഗത്തിൽ നിന്നും യുഗത്തിൽ എത്തി നിൽക്കുമ്പോൾ മാധ്യമ ലോകത്തെ ഭാഷയ്ക്കുണ്ടായ മാറ്റങ്ങളും അതിന് കാരണമായ സാഹചര്യങ്ങളും നാളെ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെയും പറ്റിയാണ് അടുത്തതായി നടക്കുന്ന സംവാദത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഡോക്ടർ തോമസ് ജേക്കബ്, ശ്രീ KC നാരായണൻ, MP ചന്ദ്രശേഖരൻ, PK രാജശേഖരൻ എന്നിവർ പങ്കെടുത്ത പാനൽ ചർച്ചയിലെ ചില പ്രസക്ത ഭാഗങ്ങൾ കാണാം. എന്താണ് മാധ്യമങ്ങളുടെ ഭാഷ? ഈ ഭാഷ മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക്, നമ്മുടെ ലിപിയുടെ വികാസത്തിൽ, ആധുനിക മലയാളിയെ രൂപപ്പെടുത്തുന്നതിൽ സർവോപരി ആധുനിക മലയാളിയെ നിർണയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ അഭിപ്രായത്തിൻ്റെ, സ്വതന്ത്രമായ അഭിപ്രായത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കുവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഭാഷയായിരുന്നു, മാധ്യമങ്ങളുടെ ഭാഷ ആയിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം അച്ചടിയന്ത്രവും അച്ചടിച്ച പുസ്തകവും അച്ചടിച്ച പത്രങ്ങളും വന്നതോടുകൂടിയാണ് കേരളത്തിൽ അഭിപ്രായം എന്നൊരു കാര്യം ഉണ്ടായത്. അങ്ങനെ ആളുകളുടെ അഭിപ്രായത്തെ നിർണയിക്കുകയും, അങ്ങനെ അതിനു മുമ്പ് രാജാവോ ജന്മിയോ മതാധ്യക്ഷനോ ഒക്കെ പറഞ്ഞിരുന്ന കാര്യം ഏറ്റുപറയുന്ന അല്ലെങ്കിൽ അനുസരിക്കുന്ന ആളുകളിൽ നിന്ന് സ്വതന്ത്രമായി അഭിപ്രായം പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആധുനിക മനുഷ്യനിലേക്ക് മലയാളിയെ വളർത്തി എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ, അന്നത്തെ കാലത്ത് പത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രത്യേകത. മാധ്യമങ്ങൾ അത് നിർവഹിച്ചത് കടലാസിലൂടെയും അച്ചടിയിലൂടെയും മാത്രമല്ല, ഭാഷയിലൂടെയാണ്. ആ ഭാഷയാണ് നമ്മളെ ഇന്നും നിലനിർത്തുന്നതും എല്ലാം. അപ്പോൾ കേരളത്തിൻ്റെ ജീവിതത്തിനും സംസ്കാരത്തിനും മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിദ്യാഭ്യാസത്തിനും എല്ലാം സർവോപരി നമ്മുടെ ജീവിതത്തിന് ഭാഷ എന്ത് സംഭാവന നൽകി? മാധ്യമ ഭാഷ. ഇവിടെ ഭാഷ എന്ന് ഉദ്ദേശിക്കുമ്പോൾ, ഭാഷ എന്ന് ആരെങ്കിലും പറഞ്ഞാലും അത് മാധ്യമ ഭാഷയാണ് നമ്മൾ എഴുതുകയും എഡിറ്റ് ചെയ്യുകയും വായിക്കുകയും ചെയ്യുന്ന, കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഭാഷ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം മാധ്യമ ഭാഷയുടെ നീണ്ട ചരിത്രം നമുക്ക് ഉണ്ട്. നമ്മൾ ഇന്ന് 21-ാം നൂറ്റാണ്ടിൻ്റെ കാൽനൂറ്റാണ്ട് പൂർത്തിയാകുന്ന, ആദ്യത്തെ പാദം പൂർത്തിയാകുന്ന സമയത്ത് നിന്നുകൊണ്ടാണ് ഈ തുടക്കം മുതലുള്ള ഭാഷാവികാസത്തെപ്പറ്റി സംസാരിക്കുന്നത്. എനിക്കൊരൊറ്റ സംശയം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ എല്ലാം നന്നാക്കി ഭാഷ, ഒരു സംശയമില്ല നന്നാക്കി. പക്ഷേ ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെ ഭാഷ മലയാളത്തെ നന്നാക്കുകയാണോ, മലയാളത്തെയും തുലയ്ക്കുകയാണോ എന്നൊരു സംശയം സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അപ്പം ഞാൻ സാറിന് മുമ്പിൽ വയ്ക്കുന്ന ഒരു പ്രശ്നം ഇതാണ്. മാധ്യമഭാഷയുടെ ദീർഘചരിത്രം നമുക്കുണ്ട്. പക്ഷേ വർത്തമാനകാല സ്ഥിതിയിൽ ഇന്ന് ചെറുപ്പക്കാരാണ് ഇവിടെ കൂടുതലിരിക്കുന്നത്. ഈ ഭാഷ ഇവരുപയോഗിക്കുന്നതും കൂടെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് പലപ്പോഴായി സംഭാവന ചെയ്തുണ്ടാക്കി വന്ന ഈ ഭാഷ മലയാളത്തെ വളർത്തുകയും ആണോ തളർത്തുകയാണോ എന്നൊരു വലിയ പ്രശ്നമുണ്ട്. അങ്ങ് അതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ പണ്ട് മുതൽ ഇവോൾവ് ചെയ്തതിൽ 1-2 ആസ്പെക്റ്റ് ആദ്യം പറയാമെന്ന് വിചാരിച്ചു. ഒരാളെ തിരിച്ചറിയാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്?
അയാളുടെ വസ്ത്രധാരണ രീതി കൊണ്ട് തന്നെ തിരിച്ചറിയാൻ കഴിയും. വസ്ത്രം എങ്ങനെയാണ് ധരിച്ചതെന്ന് നോക്കിയാൽ ആ ആൾ ഏത് സമുദായമാണ്, ജാതിയാണ് എന്ന് തിരിച്ചറിയാവുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനും പ്രധാനം ആ ആളുടെ സംസാരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സമുദായവും ജാതിയും തിരിച്ചറിയായിരുന്നു. നമ്മുടെ മലയാളത്തിലെ മിക്കവാറും എല്ലാ വാക്കുകളും അങ്ങനെ തന്നെയായിരുന്നു. അതില്ലായ്മ ചെയ്ത് ഒരു എല്ലാവർക്കും സ്വീകാര്യമായ മലയാള ഭാഷ കൊണ്ടുവന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ പങ്ക്. പത്രങ്ങളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ കേരളം ഉണ്ടാക്കിയത് ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ കാര്യത്തിലും മാധ്യമങ്ങളുടെ വലിയൊരു പങ്ക് നമുക്ക് കാണാം. പത്രങ്ങളൊക്കെ മലയാളത്തിൽ തുടങ്ങിയത് കേരളത്തെ ഒന്നായി കണ്ടുകൊണ്ടാണ്. അന്ന് കേരളം എത്രയായിട്ട് വിഭജിക്കപ്പെട്ട് കിടന്നുവെന്ന് നമുക്കറിയാം. കുറഞ്ഞ പക്ഷം 3ആയിട്ടെങ്കിലും വേർതിരിഞ്ഞ് കിടന്ന ഒരു കാലം. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. ആ 3 പ്രദേശങ്ങളിലും അതിന് പുറത്തുമുള്ള മലയാളികൾക്ക് വേണ്ടിയായിരുന്നു മലയാള പത്രങ്ങൾ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും സ്വീകാര്യമായ വാക്കുകൾ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരള രൂപീകരണത്തിലെ വലിയൊരു പങ്ക് മാധ്യമങ്ങൾക്കുണ്ടെന്ന് നമുക്ക് കാണാം. അത് സ്വീകാര്യമാക്കുന്നതിന്, അത് നടപ്പിലാകുന്നതിനൊക്കെ മാധ്യമങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചു. അപ്പോൾ അന്ന് മുതലുള്ള ഒരു പുരോഗതിയാണ് ഭാഷയെപ്പറ്റി നമുക്ക് പറയാനുള്ളത്. എങ്ങനെയാണ് ദൃശ്യഭാഷ നമ്മുടെ പൊതുസമൂഹത്തിനും ഈ നവ മലയാളിയുടെ സൃഷ്ടിയിലും പങ്കുവച്ചെന്ന് ചന്ദ്രശേഖരൻ, ഈ പ്രായം അനുസരിച്ചുള്ള ഓർഡറല്ല ഇവിടെ. ഇനി കേസി ഈ ഭാഷയുടെ മറ്റു ചില കാര്യങ്ങളുണ്ട് പറയാൻ. ചന്ദ്രശേഖരൻ അത് വിശദീകരിച്ചത് നന്നായിരിക്കും. രാജശേഖരൻ ഇപ്പോൾ ചോദിച്ചത് ദൃശ്യ മാധ്യമങ്ങളുടെ ഭാഷ അത് മലയാളത്തിന് എന്ത് ചെയ്തു എന്നാണ്. ഏഷ്യാനെറ്റിലൂടെയാണ് ഞാൻ പത്രത്തിൽ നിന്ന് ദൃശ്യ മാധ്യമ വാർത്താപ്രവർത്തകനായിട്ട് മാറുന്നത്. ആ ഘട്ടത്തിൽ അന്ന് ഇതുപോലെ വാർത്താ ചാനലൊന്നുമല്ല, ഒരു പൊതുചാനലിൽ, വിവിധ പരിപാടികളുള്ള ഒരു പൊതുചാനലിൽ ഒരൊറ്റ ബുള്ളറ്റിനുമായിട്ടാണ് ആ സ്ഥാപനം ആരംഭിക്കുന്നത്. അപ്പോൾ ധാരാളം സമയം ഒരുങ്ങാനുണ്ടാവും. എന്ത് പറയണം, എങ്ങനെ പറയണം, എവിടെയൊക്കെ ഊന്നണം, എന്തൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ ശ്രദ്ധിക്കാനുണ്ടാകും. അത് മുഴുവൻ വിനിയോഗിച്ചുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മാറുന്നതിൻ്റെ കൂട്ടത്തിൽ ദൃശ്യമാധ്യമങ്ങളിലെ ഭാഷ അതും മാറണം എന്നൊരു ധാരണ അതിൻ്റെ ആദ്യകാല പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു. ആ ടീം ചെയ്തത് എന്താണ് ടെലിവിഷൻ ഭാഷ ചെയ്യേണ്ടത്, അത് സംസാരിക്കുകയാണ്, എഴുതുകയല്ല എന്നതിൽ നിന്ന് എഴുത്തിൽ നിന്ന് സംസാരത്തിലേക്കുള്ള മാറ്റം അതിൽ വരണം എന്ന് തീരുമാനിച്ച് വാക്ക് മുതൽ വാക്യം വരെ ആ സംവേദനം ചെയ്യുന്ന എല്ലാ ഘടകങ്ങളിലും അത് വരണം എന്ന് തീരുമാനിച്ചുള്ള ഒരുക്കം നടത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഏറെയൊന്നും മുന്നോട്ട് പോയി എന്ന് എനിക്കും തോന്നുന്നില്ല. പത്രഭാഷയിൽ നിന്ന്, അച്ചടി മാധ്യമ ഭാഷയിൽ നിന്ന് ഏറെയൊന്നും ഭിന്നമല്ലാത്തൊരു ടെലിവിഷൻ വാർത്താ ഭാഷയാണ് ഇപ്പോഴും നമുക്കുള്ളത്. പക്ഷേ അതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ആ കാലത്ത് ആസൂത്രിതമായി വരുത്തിയ മാറ്റമാണ് എന്ന് പറയുന്നതിൽ ആദ്യകാല ആ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്തത്, നമ്മൾ ആരെങ്കിലും മരിച്ചുപോയാൽ ഇന്നാൾ മരിച്ചു എന്ന് പറയും, ആ വാക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നൊക്കെ ആലോചിച്ചിരുന്നു. അത് പക്ഷേ ഭീതി മൂലം പിന്മാറുകയാണ് ചെയ്തത്. ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അത് അനാദരവായി കണക്കാക്കും എന്നതുകൊണ്ട് അത്തരത്തിൽ ബോധപൂർവമായൊരു പ്രവർത്തനം വരുത്താൻ ശ്രമിച്ചിരുന്നു. എന്തായാലും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന തത്വം, ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു തത്വം ജനങ്ങൾ പറയുന്ന ഭാഷയിലേക്ക് ടെലിവിഷൻ മാറണം എന്നതായിരുന്നു. അതിനുവേണ്ടിയുള്ളൊരു ശ്രമമാണ് നടത്തിയിരുന്നത്. അത് ഏതാനും ചുവടുകളെ മുന്നോട്ട് പോയിട്ടുള്ളൂ, ഏറെയൊന്നും മുന്നോട്ട് പോയിട്ടില്ല എന്നതും നിലനിൽക്കുകയാണ്.
ടെലിവിഷൻ ചെയ്തത് തന്നെ അങ്ങനെയാണ്. റേഡിയോയും അത് ചെയ്തിട്ടുണ്ട്. അക്ഷരം അറിയാത്തവനിലേക്ക്, വായന അറിയാത്തവനിലേക്ക് വായനയിലൂടെ ലഭിക്കേണ്ട വിഭവങ്ങൾ എത്തിച്ചു എന്നതാണ് റേഡിയോയുടെ ആയാലും ടെലിവിഷനിലൂടെ ആയാലും അതിൻ്റെ പ്രത്യേകതയായിരുന്നത്. ആ പ്രത്യേകത കൊണ്ട് തന്നെ കൂടുതൽ ജനാധിപത്യപരമായി ഭാഷയെ മാറ്റാൻ ശ്രമിച്ചു എന്നതാണ്. അപ്പം കെ സിയുടെ അഭിപ്രായത്തിൽ ഈ ഭാഷയ്ക്ക് ഈ ഒരു സാമാന്യ മനുഷ്യർ സംസാരിക്കുന്ന ആ ധർമ്മത്തിനപ്പുറം മറ്റു ചില ധർമ്മങ്ങൾ കൂടിയില്ലേ? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ. ഇപ്പോൾ ഇന്നത്തെ ടി വി മലയാളം നോക്കിയാൽ അതിൻ്റെ എഴുതി കാണിക്കുന്ന അക്ഷരങ്ങളും ഉച്ചരിക്കുന്ന അക്ഷരങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. യാദൃച്ഛികം എന്നാണ് ഒരു മലയാള വാക്ക്. പക്ഷേ എല്ലാ ടി വി അവതാരകരും, ഞാൻ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നോക്കിയതാണ്, എല്ലാ ആളുകളും യാദൃശ്ചികം എന്ന് എഴുതുള്ളൂ. ഇപ്പം അങ്ങനെ ഉള്ളൂ, അതാണ് ശരി എന്നുള്ള മട്ടിൽ പുസ്തകങ്ങളിലേക്കും അത് പകർന്നു. ഇപ്പം പുസ്തകങ്ങളിൽ തന്നെ, അതായത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ തന്നെ യാദൃശ്ചികം എന്നായി കാണാൻ തുടങ്ങി. ഇനി യാദൃച്ഛികം എന്നുള്ള വാക്ക് ഇല്ലാതെയാവും, യാദൃശ്ചികമാണ് ശരിയെന്ന് വരും. അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ പുച്ഛം, നമുക്ക് അയാളെ ബഹുപുച്ഛാണ് എന്ന് പറയും. പക്ഷേ പുച്ഛവും ഇപ്പോൾ ക്രമേണ പുശ്ചം ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പുശ്ചം മാത്രമാവും, കുറച്ച് കഴിഞ്ഞാൽ പുശ്ചമാണ് വലിയ പുശ്ച എന്ന് മട്ടിൽ ഒരു വാക്കിനെ വേറൊരക്ഷരം വന്ന് റീപ്ലേസ് ചെയ്തിട്ട് അതായിട്ട് മാറും. ഇത് എന്തുകൊണ്ടാണ്? ഇത് ഈ ഉച്ചരിക്കുന്ന അല്ലെങ്കിൽ ടി വിയിൽ വരുന്ന അവതാരകന്മാർക്കോ അതിൻ്റെ ആങ്കർമാർക്കോ ഇതേതാണ് വാക്ക് എന്ന് അറിയാനുള്ള ജിജ്ഞാസയോ അത് അന്വേഷിക്കാനുള്ള ജിജ്ഞാസയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അവർക്ക് ഒരു ചെറിയ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഈ അക്ഷര ഉച്ചാരണത്തിന് എനിക്ക് തോന്നുന്നത് ടി വി ജേർണലിസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ജേർണലിസ്റ്റ് ട്രെയിനിങ് പീരീഡിൽ യേശുദാസിൻ്റെ പാട്ടുകളൊന്ന് കേൾപ്പിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ല ട്രെയിനിങ്. യേശുദാസിൻ്റെ പത്മതീർത്ഥമേ ഉണരൂ എന്നുള്ള പാട്ട് എല്ലാ ദിവസവും ട്രെയിനിങ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് അത് വെച്ചു കൊടുക്കുക. അപ്പോൾ ഏതേത് മലയാളം വാക്ക്, ഏതേത് അക്ഷരം ഏതേത് കനത്തിൽ ഉച്ചരിക്കും. പത്മ എന്നാണ് അദ്ദേഹം ഉച്ചരിക്കുക. തീർത്ഥം അത് വല്ലാതെ കനപ്പിക്കില്ല, അത് വേണ്ട കനത്തിൽ എങ്ങനെ ഉച്ചരിക്കണം എന്ന് യേശുദാസിൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ മലയാളം എങ്ങനെ ഉച്ചരിക്കാം എന്ന് മനസ്സിലാവും. ഇത് ഇങ്ങനൊരു വിദ്യാഭ്യാസം നമ്മുടെ ആങ്കർമാർക്കോ ടി വി ആങ്കർമാർക്കോ കൊടുത്താൽ ഈ ടി വിയിലെ ഉച്ചാരണ മലയാളം വളരെ ഭേദമാവും. അപ്പോൾ അവർക്കൊക്കെ ആദ്യം ചെയ്യേണ്ടത് ഈ 2 പാട്ടുകൾ വെച്ച് പഠിപ്പിച്ച് മലയാള ഉച്ചാരണം എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞത് തെറ്റാ, പഠിപ്പിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്, അത് തെറ്റാണ്. എന്നാൽ പഠിപ്പിക്കുക അത്രയും വേണ്ട, പഠിപ്പിക്കാൻ ഈ വാക്കിന് ഠാക്കും ഡാക്കും ഒക്കെ എത്ര കനം വേണം, എത്ര ശക്തിയിൽ ഉച്ചരിക്കണം, അങ്ങനെ സ്റ്റാൻഡേർഡായിട്ടുള്ള ഉച്ചാരണ മലയാളം കൃത്യമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഷയെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കാനുള്ള ഒരു വഴി എന്നെനിക്ക് തോന്നുന്നു. അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിൽ ട്രിവിയ ബാൻഡ് അവതരിപ്പിച്ച സംഗീത പരിപാടിയുടെ പ്രസക്ത ഭാഗത്തോടുകൂടി ഈ ലക്കം മാധ്യമജാലകം അവസാനിക്കുന്നു.